നമ്മൾ നമ്മുടെ ബിഗിനേഴ്സ് ചലഞ്ചിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെന്റൻസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുകയാണ്, ഗ്രാമർ ഇല്ലാതെ തന്നെ. ചില വാക്കുകളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് എങ്ങനെയാണ് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നേ എന്ന് നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വാക്ക് ഇനഫ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഹൗ ലോങ് വെച്ച് എങ്ങനെ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം, ലോങ് വെച്ചിട്ട് എങ്ങനെ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ ഒത്തിരി മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ക്ലാസ്സിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് കേട്ട് പഠിക്കുക. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇനഫ് ആണ്. ഇനഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ആ വാക്കിന്റെ അർത്ഥം. ആവശ്യത്തിന് അല്ലെങ്കിൽ മതിയായത് എന്നാണ് അർത്ഥം. ആവശ്യത്തിന് എന്നാണ് അർത്ഥം, അല്ലെ ഇനഫ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സെന്റൻസുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ചോദിക്കണം, നീ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചോ? നീ ആവശ്യത്തിന് കഴിച്ചോ എന്ന് ചോദിക്കും, അല്ലെ? ചിലപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തു കഴിയുമ്പോൾ ആവശ്യത്തിന് കഴിച്ചോ എന്ന് ചോദിക്കും. എങ്ങനെയാ ചോദിക്കുന്നേ? ഹാവ് യു ഹാഡ് ഇനഫ് ടു ഈറ്റ്? ആവശ്യത്തിന് നീ കഴിച്ചോ? ഹാവ് യു ഹാഡ് ഇനഫ് ടു ഈറ്റ്? ഇത് നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ പഠിക്കണം. ഇനി എന്തുകൊണ്ട് ഹാവ് യു ഹാഡ് വന്നു എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ഗ്രാമർ ക്ലാസ്സുകൾ പഠിക്കണം. അപ്പോൾ ഗ്രാമർ അറിയാതെ എങ്ങനെ കുറച്ച് ഇംഗ്ലീഷ് സെന്റൻസുകൾ നമുക്ക് പറയാൻ എന്നുള്ളതാണ് നമ്മുടെ ഈ ബിഗിനേഴ്സ് ചലഞ്ചിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഹാവ് യു ഹാഡ് ഒക്കെ വന്നു എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഗ്രാമർ തന്നെ പഠിക്കണം. അപ്പോ ആവശ്യത്തിന് കഴിച്ചോ എന്നെങ്ങനെ ചോദിക്കാം? ഹാവ് യു ഹാഡ് ഇനഫ് ടു ഈറ്റ്? ഇനഫ് ടു ഈറ്റ്, ആവശ്യത്തിന് കഴിക്കുക. ഹാവ് യു ഹാഡ് ഇനഫ് ടു ഈറ്റ്? മതിയാവോളം നീ കഴിച്ചോ? അങ്ങനെയാണ് ചോദിക്കേണ്ടത്. അപ്പൊ ഞാൻ പറയാണ്, ഞാൻ ആവശ്യത്തിന് കഴിച്ചു. ഉത്തരം അങ്ങനെയാണ് നമുക്ക് പറയേണ്ടത്. ഓക്കെ, ഞാൻ ആവശ്യത്തിന് കഴിച്ചു കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ കഴിയുക? ഐ ഹാവ് ഹാഡ് ഇനഫ് ടു ഈറ്റ്. ഹാവ് യു ഹാഡ് എന്നായിരുന്നു നമ്മുടെ ചോദ്യം ഇരുന്നത്. നമ്മളത് ആൻസർ ആക്കി മാറ്റിയപ്പോ എങ്ങനെ മാറി? ഐ ഹാവ് ഹാഡ് ഇനഫ് ടു ഈറ്റ്. എല്ലാവർക്കും തികയോളം ഭക്ഷണം ഉണ്ടോ ഇവിടെ? എല്ലാവർക്കും തികയുന്ന രീതിയിൽ, എല്ലാവർക്കും മതിയാകോളം ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഈസ് ദെയർ ആണ് വേണ്ടത്. ദെയർ ഈസ് ആണ് ഉണ്ട് എന്ന് പറയാൻ. നമ്മൾ ദെയർ ഈസിന്റെയും ദെയർ ആറിന്റെയും ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇപ്പൊ ഞാൻ ഇവിടെ തരാം, അത് കേൾക്കുക, നിങ്ങൾ പഠിക്കുക. ഉണ്ട് എന്ന് പറയാൻ ദെയർ ഈസ്, ദെയർ ആർ. ഉണ്ടായിരുന്നു എന്ന് പറയാ there was, there were. അപ്പോ എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഇവിടെ ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഉണ്ടോ ചോദ്യമാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ചോദിക്കുക? Is there enough food for everyone? Is there, ഉണ്ടോ, തിരിച്ചു വന്നു. ഉണ്ട് എന്ന് പറയാനാണ് നമ്മൾ there is ഉപയോഗിച്ചത്. ഉണ്ടോ എന്ന് തിരിച്ച് ക്വസ്റ്റ്യൻ ആയി ചോദിക്കാൻ is there enough food for everyone? ഇതാണ് ഞാൻ പറഞ്ഞത്. ആ ലിങ്ക് കേട്ടിട്ട് there isന്റെ there wereന്റെ ഒക്കെ ഉപയോഗം നിങ്ങൾ പഠിക്കുക കേട്ടോ. അങ്ങനെ കുറേശ്ശെ ഗ്രാമറും പഠിക്കുമ്പോഴാണ് ഇത് എളുപ്പമായി മാറുന്നത്. Is there enough food for everyone? എല്ലാവർക്കും വേണ്ടുവോളം ഭക്ഷണം ഇവിടെ ഉണ്ടോ? അപ്പൊ ഞാൻ പറയാണ്, എല്ലാവർക്കും തികയുന്ന ഭക്ഷണം ഇവിടെ ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. അപ്പൊ നമുക്കത് എങ്ങനെയാ പറയുക? There is not enough food for everyone. എല്ലാവർക്കും തികയോളം, എല്ലാവർക്കും മതിയാകുവോളം ഭക്ഷണമില്ല. There is not enough for everyone. Is there, ഉണ്ടോ. There is, ഉണ്ട്. There is not, ഇല്ല. Enough, ആവശ്യത്തിന്. For everyone, എല്ലാവർക്കും വേണ്ടി. ക്ലിയർ? ആ കാറ് മേടിക്കാനുള്ള പൈസ നിന്റെ കയ്യിലുണ്ടോ? ആ കാറ് മേടിക്കാൻ മാത്രമുള്ള പൈസ അത് തന്നെ. കാർ മേടിക്കാൻ മാത്രമുള്ള പൈസ നിന്റെ കയ്യിലുണ്ടോ? ഇങ്ങനെ ചോദിക്കുക, നിന്റെ കയ്യിലുണ്ടോ? ഡു യു ഹാവ് ഇനഫ് മണി ടു ബൈ ദാറ്റ് കാർ? ഡു യു ഹാവ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. എന്തെങ്കിലും സാധനം കയ്യിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി, ചോദിക്കാൻ വേണ്ടി നമുക്ക് ഡു യു ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. ഡു യു ഹാവ് ഇനഫ് മണി ടു ബൈ ദാറ്റ് കാർ? ആ കാറ് വാങ്ങിക്കാൻ ആവശ്യമായിട്ടുള്ള പണം നിന്റെ കയ്യിലുണ്ട്. അപ്പൊ എൻ്റെ ഉത്തരം, എനിക്ക് പൈസയുണ്ട്, ആവശ്യത്തിനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. എങ്ങനെയാത് പറയാ? ഐ ഹാവ് ഇനഫ് മണി ടു ബൈ ദാറ്റ് കാർ. ആ കാറ് വാങ്ങിക്കാനുള്ള ആവശ്യത്തിനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. ഐ ഹാവ് ഇനഫ് മണി, ആവശ്യത്തിനുള്ള പൈസ ടു ബൈ ദാറ്റ് കാർ. ഇനി നമ്മൾ പറയും, അവൾക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റിയ കൂട്ടുകാരും ഇല്ല എന്ന് പറയും, അല്ലേ?
ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ സിനിമയ്ക്ക് പോകാൻ ആവശ്യത്തിന് അവൾക്ക് കൂട്ടുകാരില്ല. ഷീ ഡസൻറ്റ് ഹാവ് ഇനഫ് ഫ്രണ്ട്സ് ടു ഗോ ടു ദ മൂവി വിത്ത്. അവളുടെ ഒപ്പം പോകാൻ പറ്റിയ അതിനാവശ്യത്തിനുള്ള സിനിമയ്ക്ക് പോകാൻ പറ്റിയ അത്ര കൂട്ടുകാര് അവൾക്കില്ല. ഷീ ഡസൻറ്റ് ഹാവ് ഇനഫ് ഫ്രണ്ട്സ് ടു ഗോ ടു ദ മൂവി വിത്ത്. ക്ലിയർ ആയല്ലോ? ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? ഇനഫ് ആണ് ഉപയോഗിച്ചത്. എന്തെങ്കിലും ആവശ്യത്തിനുള്ള പൈസ ഇല്ല. ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി. ഡോണ്ട് ഹാവ് ഇനഫ് മണി. എൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ള പൈസ ഇല്ല. ഡോണ്ട് ഹാവ്. ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഡൂവിൻ്റെയും ഡെസിൻ്റെയും ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ കഴിയുമെങ്കിൽ ആ ലിങ്ക് ഇവിടെ തരാം. നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഡോണ്ട് ഹാവ് എന്തിനാ ഉപയോഗിക്കുന്നത്, ഡസൻറ്റ് ഹാവ് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. നിനക്ക് മതിയാവുള്ള സമയമുണ്ടോ? നിനക്ക് ആവശ്യത്തിന് സമയമുണ്ടോ? അങ്ങനെ ചോദിക്കും. നിനക്ക് ആവശ്യത്തിന് സമയം ഉണ്ടോ? ഡു യു ഹാവ് ഇനഫ് ടൈം? ഡു യു ഹാവ് ഇനഫ് ടൈം? അപ്പൊ ഇനഫ് ഉപയോഗിച്ചിട്ട് ഒത്തിരി സെന്റൻസുകളായി അല്ലെ. ആവശ്യത്തിന് അല്ലെങ്കിൽ മതിയായി, മതിയാകുക എന്നൊക്കെ അർത്ഥമാണ് നമ്മൾ ഇനഫിന് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഒരു വാക്കാണ് സഫിഷ്യന്റ്. സഫിഷ്യന്റിനും ഇതേ അർത്ഥം തന്നെയാണ്. നമ്മൾ പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് എന്താണ്? ഇനഫ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒരു വ്യത്യാസം, നമ്മൾ അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ് സഫിഷ്യന്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ എപ്പോഴും സിനിമയൊക്കെ കാണുമ്പോൾ കേൾക്കുന്നൊരു വാക്കുണ്ട്. അതെന്താണ്? ദർ ഈസ് സഫിഷ്യന്റ് എവിഡൻസ്. ആവശ്യത്തിനുള്ള തെളിവുകളുണ്ട് അല്ലെ. ചില സിനിമകളിലൊക്കെ ഇത് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, സഫിഷ്യന്റ് എവിഡൻസ്. നമുക്ക് ആവശ്യത്തിനുള്ള തെളിവുകളുണ്ട്. അപ്പോൾ അൺകൗണ്ടബിൾ നമ്മൾ നൗണിന്റെ കൂടെ സഫിഷ്യന്റ് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ കൂടുതലായിട്ടും ഉപയോഗിച്ച് ഞാൻ കണ്ടിരിക്കുന്നത് ഇനഫ് തന്നെയാണ്. അപ്പൊ നമുക്ക് സഫിഷ്യന്റ് അർത്ഥം ഇതാണെന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ എളുപ്പമുള്ള ഇനഫ് ഉപയോഗിച്ച് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ അവസാനിപ്പിക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് കുറേ സെന്റൻസുകൾ നിങ്ങളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക. നമ്മൾ നമ്മുടെ ട്യൂഷൻ സെന്ററിലേക്ക് 2025-26 വർഷത്തെ JMR ട്യൂഷൻ പോയിന്റ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ കുട്ടി ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും, നമ്മൾ ചെറിയ കുഞ്ഞു ക്ലാസ്സിലില്ല കേട്ടോ, 5th സ്റ്റാൻഡേർഡ് ഒക്കെ മുതൽ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഏത് സിലബസിലാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ കുട്ടികൾക്കുള്ള ട്യൂഷൻ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ പറ്റും, നമ്മൾ മാതാപിതാക്കൾക്ക് പറ്റുന്നത് ഒരു കാര്യമുണ്ട്. നമ്മൾ ട്യൂഷൻ ക്ലാസ്സുകളിൽ ചേർക്കും. അത് ഒത്തിരി സ്റ്റുഡൻസ് ഉള്ള ക്ലാസ് റൂം പോലെ തന്നെയുള്ള ട്യൂഷൻ ക്ലാസ്സുകളിലായിരിക്കും നമ്മൾ ചേർക്കുന്നത്. പക്ഷേ നമ്മളുടെ കുട്ടിയെ ഫോക്കസ് ചെയ്യാൻ അവർക്ക് കഴിയില്ല, കാരണം ഒത്തിരി സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ട്. നമ്മുടെ ക്ലാസ് റൂമിൽ 10 കുട്ടികളിൽ കൂടുതൽ ഒരിക്കലുമില്ല. 10 കുട്ടികൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ് നമുക്കുണ്ടാവുക. നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ്സുകൾ എടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. എല്ലാ ശനിയാഴ്ചയും നിങ്ങൾക്ക് ആവശ്യമുള്ള, ഇനി ഈ ദിവസങ്ങളിൽ പറഞ്ഞു തന്നിട്ടും മനസ്സിലാകാത്ത കുട്ടികൾ ഉണ്ടാവുമല്ലോ, ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ശനിയാഴ്ച ഞങ്ങൾ സ്പെഷ്യൽ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ ട്യൂഷൻ ക്ലാസ്സുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ എങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അതേപോലെ നമ്മൾ മാർച്ച് 1-ാം തീയതി മുതൽ CBSE ഇപ്പൊ ഈ പുതുവർഷത്തിൽ 25-26 പുതിയ അധ്യയന വർഷത്തിൽ 10ലോട്ട് എത്തിയിരിക്കുന്ന CBSE 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിന് ക്ലാസ്സുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. എത്തിയിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് നമ്മൾ മാർച്ച് 1-ാം തീയതി മുതൽ തുടങ്ങുകയാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു ഗ്രൂപ്പിൽ 10 കുട്ടികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്കും ഇതേപോലെ തന്നെയാണ്. ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ട് മനസ്സിലാകാതെ ഉള്ള കുട്ടികൾ കാണും. ആ കുട്ടികൾക്ക് ഞങ്ങൾ ശനിയാഴ്ച ആ കുട്ടികൾക്ക് മാത്രമായിട്ടാണ് സ്പെഷ്യൽ ക്ലാസ്സുകൾ ഞങ്ങൾ നൽകുന്നുണ്ട്. അത്രയ്ക്കധികം നിങ്ങളുടെ കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ് പരീക്ഷ ആകുമ്പോഴത്തേക്കും ട്യൂഷൻ കൊടുക്കാം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ എല്ലാ ട്യൂഷൻ സെന്ററുകളും കവർ ചെയ്തിട്ടുണ്ടാവും, സബ്ജക്റ്റുകൾ കവർ ചെയ്തിട്ടുണ്ടാവും, അവരുടെ ടൈം കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും നിങ്ങൾ നേരിടേണ്ടി വരും. അപ്പൊ തുടക്കം മുതൽ തന്നെ ഒരു ട്യൂഷൻ ടീച്ചറിന്റെ സഹായത്തോടു കൂടി തന്നെ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങുക. 10ാം ക്ലാസ്സിലാണ്, വളരെ ശ്രദ്ധയോടെ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങുക. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടും അഡ്മിഷൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടി ഇപ്പോൾ CBSE 10ാം ക്ലാസ്സിൽ ഇപ്പോൾ പുതിയ അധ്യയന വർഷത്തിലാണ് എങ്കിൽ ഇപ്പോൾ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്ക് +1 +2 സ്റ്റുഡൻസിനുമുണ്ട്
അവർക്കും ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ അവരും എന്നെ കോണ്ടാക്ട് ചെയ്യാം. നമ്മുടെ ജയമ ട്യൂഷൻ പോയിന്റ് മൈ ഇംഗ്ലീഷിന്റെ തന്നെ സ്വന്തം ഒരു സ്ഥാപനമാണ്. അവിടെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ലൈവാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ കുട്ടികൾ മാത്രമുള്ള ഗ്രൂപ്പാണ് നമുക്കുണ്ടാവുക. കാര്യം ഓരോ കുട്ടികളെയും നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാതാപിതാക്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിച്ചാൽ നിങ്ങളുടെ കുട്ടികൾക്ക് പുരോഗതി ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.